ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാൾക്ക് ശേഷം ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കാണ്. എന്താണെന്നല്ലേ, ഞാൻ ഈ അടുത്ത് വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അമ്മ ദുബായിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാനും അതുപോലെ ഒരാഴ്ച അവിടെ നിൽക്കാനൊക്കെ ആയിട്ട് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുറ്റത്ത് തന്നെ മോള് നല്ല അന്തസ്സായിട്ട് ഓടി കളിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവൾക്ക് ഇഷ്ടംപോലെ കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുറ്റുവട്ടമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ അവിടെ വട്ടം ചുറ്റിക്കളി ഭയങ്കര തകൃതിയായിട്ടുള്ള ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ മോളുടെ വക അങ്ങനെയുള്ള കുറേ രസകരമായിട്ടുള്ള വീഡിയോസ് ഇതിനകത്തുണ്ട്. അവൾ കുറേ വീഡിയോസ് ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി ചേർത്ത് ഞാനൊരു കുഞ്ഞു വീഡിയോ ആക്കി എടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ അമ്മയെ കൊണ്ടുപോകാനായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേട്ടൻ മേലെ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. മോളാണ് വീഡിയോ എടുക്കുന്നത്, അതിൻ്റെ പുറകെ ഞാൻ നിൽക്കുന്നുണ്ട്. ഞാനൊരു ബക്കറ്റും കൈ പിടിച്ച് നിൽക്കുകയാണ്. മീൻ കിട്ടിയാൽ മേടിക്കാം. തിരിച്ച് വരുന്ന കണ്ണൂരാണ് അമ്മ വരുന്നത്. അപ്പം അവിടുന്ന് തിരിച്ചു വരുമ്പോൾ മീൻ കിട്ടിയാൽ മേടിക്കാമല്ലോ, അപ്പോൾ ബക്കറ്റിലിട്ട് കൊണ്ടുവരാമല്ലോ എന്ന് കരുതിയിട്ടൊരു ബക്കറ്റ് കൈ പിടിച്ചതാണ്. ആ രംഗമാണ് അവൾ വീഡിയോ ആക്കി എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പതുക്കെ ഞങ്ങളെല്ലാവരും വണ്ടിക്കകത്തോട്ട് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ വണ്ടിക്കകത്തോട്ട് കയറി യാത്രയൊക്കെ ഇങ്ങനെ തിരിച്ച് ബാക്ക് റിവേഴ്സ് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് എടുക്കാൻ പറ്റില്ല, ബാക്ക് എടുത്ത് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പോകുന്ന വഴിയിൽ വീടിൻ്റെ അടുത്തുള്ളൊരു നൈബറെ കണ്ടു. അപ്പോൾ അവളോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു, കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തി യാത്ര തിരിച്ചു. അപ്പോൾ യാത്രയിൽ രസകരമായിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട് കേട്ടോ അതിനകത്ത്. ഇതൊക്കെ ഞങ്ങൾക്ക് കണ്ടപ്പോൾ കുറേ കൗതുകം തോന്നി, അതുകൊണ്ടാണ് ഒരു വീഡിയോ ഒക്കെ എടുത്തത്. ഇതൊക്കെ വീട്ടിലേക്ക് വരുന്ന വഴിയിലുള്ള സംഭവങ്ങളൊക്കെയാണ്. പോകുന്നതും വരുന്നതൊക്കെ വരുമ്പോൾ എന്നൊക്കെ തമ്മിലുള്ള കാഴ്ചകൾ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. പോണ സമയത്ത് നല്ല കോടമഞ്ഞായിരുന്നു കേട്ടോ. ഭയങ്കര മഞ്ഞെന്ന് പറഞ്ഞ പോലെ ഭയങ്കര മഞ്ഞ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ഉണ്ട് ആ മഞ്ഞിൻ്റെ. ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുക കാരണം കൊണ്ട് കാറ്റ് വരുമ്പോൾ നമുക്ക് ആ തണുപ്പ് അറിഞ്ഞിരുന്നു, പക്ഷെ നിർത്തിയിട്ട് അത്രയും തണുപ്പ് തോന്നിയിരുന്നില്ല. അതിനിടയിൽ ഒരു കുഞ്ഞൊരു ഒട്ടകത്തിനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഒട്ടകത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വണ്ടി റിവേഴ്സ് എടുത്ത് പോയി മോൾക്ക് ഫുള്ളായിട്ട് അതിനെ കാണിച്ചു കൊടുത്തു. ഞാൻ ഇത്രയും നാളത്തെ യാത്രയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച അവിടെ കാണുന്നത്. അപ്പോൾ ഫ്രണ്ടിലിരുന്ന അച്ചാച്ച പറയുന്നുണ്ടായിരുന്നു, പണ്ടെങ്ങാണ്ടും അവിടെ പണ്ടൊരു കാഴ്ച ബംഗ്ലാവ് ഉണ്ടായിരുന്നു അത്ര. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജീവിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളെ അത് നല്ല ഭംഗിയായിട്ട് കാണിച്ചു കൊടുത്തു. ഇന്നത്തെ കാഴ്ചകളൊക്കെ നമുക്ക് തൃശ്ശൂർക്കാർക്ക് ഒരു അത്ഭുതമല്ലേ. അപ്പോൾ അവിടെ വണ്ടിക്കകത്തിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അച്ചാച്ചിയും ചേട്ടനൊക്കെ നന്നായി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുരത്തിലേക്കുള്ള വഴിയിലാണ്. ചുരം എത്തിയിട്ടില്ല, ചുരം എത്തുന്നതിന് മുന്നേയുള്ള കാഴ്ചകളാണ് ഇത്. ചുരത്തിലപ്പോൾ ഇതിനേക്കാളും ഭംഗിയായിട്ട് നല്ല മഞ്ഞുണ്ടാവും നമുക്ക് ഊഹിക്കാമല്ലോ. അവളൊക്കെ ഇങ്ങനെ നല്ല ഹാപ്പിയാണ് കേട്ടോ. നല്ല അടിച്ച് പൊളിച്ച് നല്ല സന്തോഷവതിയായിട്ടായിരിക്കുന്നത്. ആ മഞ്ഞും കാഴ്ചകളൊക്കെ കണ്ടില്ലേ, നല്ല കോടയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആ മാതിരി കോട. ശരിക്കും പറഞ്ഞാൽ പകലായതുകൊണ്ട് കുറച്ച് വെട്ടമുണ്ട്, രാത്രിയാണെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നിലുള്ള സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലത്തെ മഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞോളെ കൂട്ടാൻ വേണ്ടിയിട്ട് കേളകത്ത് ചെന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാത്തൂരെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ കപ്പ മേടിക്കാൻ പോയിട്ട് വന്നു. അപ്പോൾ ദാ നാത്തൂൻ ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവള് വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം പാക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞങ്ങൾ എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിലെത്തി. അമ്മയെ കാണാനുള്ള തിടുക്കത്തിലിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ വെയിറ്റ് ചെയ്ത് ആ സമയം അടുത്തു. അങ്ങനെ ഇതാണ് കണ്ണൂർ എയർപോർട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ബാക്കി വീഡിയോ ഞാൻ പിന്നാലെ ഇടുന്നുണ്ട്, എന്തൊക്കെ എവിടെയൊക്കെ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ ചെന്ന് ഇറങ്ങി അമ്മയെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അമ്മയെ കണ്ട സന്തോഷത്തിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കായി ബാക്കി വിശേഷം കാണാം.